എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admissions.keralauniversity.ac.in/FYUGP 2024/ എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും വാട്സ് ന്യൂ എന്നുള്ളതിൽ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ, അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ മാത്രമാണ് അതായത് ഇതുവരെ മാൻഡേറ്ററി ഫീസ് അടക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിലാണ് മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു VHSC, HSC അതുപോലെ തന്നെ ഈ ഒരു CBSE അപ്പോൾ എന്നിങ്ങനെയൊക്കെ പഠിച്ചവർക്ക് ഈ ഒരു ഫീസിൽ വ്യത്യാസമുണ്ട്. അത് ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ FYUGP എന്നുള്ളിടത്ത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക്, അതുപോലെ OECക്ക് ഉണ്ടോ അറിയില്ല, ജസ്റ്റ് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതായത് SSC ST മാത്രമേ ഉള്ളൂ, അവർക്ക് 930 രൂപയാണ്. നിങ്ങൾ HSCയിലാണോ VHSCയിലാണോ CBSEയിലാണോ അല്ലെങ്കിൽ ICSEയിലാണോ പഠിച്ചത്, അതിനനുസരിച്ച് ഏതിൽ പഠിച്ചിരുന്നാലും നിങ്ങൾ SC ST വിഭാഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 930 രൂപയാണ് ഉണ്ടാവുക. മറ്റുള്ളവർക്ക് 1850 രൂപയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ NIOS അതുപോലെ കേരളത്തിന് പുറത്തുള്ള മറ്റ് ബോർഡുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് SC ST ആണെങ്കിൽ 720, അതുപോലെ തന്നെ SC ST അല്ലാതെ മറ്റ് വിദ്യാർത്ഥികൾക്ക് 1640 രൂപയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് ഇനത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ ഹാജരാകുന്ന സമയത്ത് എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഹാജരാക്കേണ്ടതാണ്. അതുപോലെ പുതുതായിട്ട് നിങ്ങൾ നൽകുന്ന ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങളുടെ റിസർവേഷനോ മറ്റു കാര്യങ്ങൾക്കോ പരിഗണിക്കുന്നതല്ല. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള ആ ഒരു റിസർവേഷൻ ഡീറ്റെയിൽസിൻ്റേത് മാത്രമേ പരിഗണിക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്നാണ് വരിക. അതിനുശേഷം നിങ്ങൾക്ക് 22-ാം തീയതി മുതൽ ജൂലൈ 24-ാം തീയതി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും മാൻഡേറ്ററി ഫീസ് അടക്കാനുമുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ്, അതായത് യൂണിവേഴ്സിറ്റി ഫീസ് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അടക്കേണ്ടി വരിക. അതായത് ലോഗിൻ ചെയ്തുകൊണ്ടാണ് അടക്കേണ്ടി വരിക. അപ്പോൾ അത് അടച്ച ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. ഓൾറെഡി ഈ ഒരു ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ ആ ഒരു പേജിൽ കിട്ടുന്നതാണ്. അതിന് ഫീ പേയ്മെൻറ്റ് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടുന്ന ഏത് കോളേജിലാണോ ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് മുമ്പ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻപ് ലഭിച്ച സീറ്റ് പോവുകയും ഇപ്പോൾ ലഭിച്ച ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.